ഹലോ, ശ്രീയാണേ. നമുക്ക് കുറച്ച് കൊച്ചു വർത്താനമൊക്കെ ആയാലോ. ഞാൻ നാട്ടിൽ നിന്ന് ചെന്നൈയിലേക്ക് മാറിയ സമയമുണ്ടല്ലോ, എനിക്കൊരു പുതിയ ലൈഫ് കിട്ടിയൊരു ഫീലായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് കുറച്ചും കൂടെ ലൈറ്ററായി തുടങ്ങി. അതുപോലെ തന്നെ പുതിയ വഴികൾ, പുതിയ ആളുകൾ, പുതിയ റൂട്ടീൻ, അതിനിടയിൽ നമ്മളെ തന്നെ വീണ്ടും കണ്ടെത്താൻ തുടങ്ങും. പിന്നെ എനിക്കൊരു കൺഫ്യൂഷനായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ടെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. കാരണം എനിക്ക് കുക്കിംഗ് അറിയില്ല, ടൈം മാനേജ്മെൻ്റ് ആണെങ്കിൽ ഒട്ടുമില്ല. ആളുകളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് തനിച്ച് പുറത്തു പോകാൻ തന്നെ എനിക്ക് വല്ലാത്ത ഹെസിറ്റേഷൻ ആയിരുന്നു. ബട്ട് ഗ്രാജുവലി അതൊക്കെ ചേഞ്ച് ആയി കേട്ടോ. ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചു, പണം കുറച്ചും കൂടെ സൂക്ഷിച്ച് ചിലവാക്കാൻ പഠിച്ചു, ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനുള്ള കോൺഫിഡൻസ് വന്നു തുടങ്ങി. ആരും റിമൈൻഡ് ചെയ്യാണ്ട് തന്നെ സ്വന്തം കാര്യങ്ങൾ ഞാൻ നോക്കി തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ലൈഫ് നമ്മളെ മാറ്റുന്നത് ഒരുപാട് വലിയ മൊമെൻറ്റ്സ് കൊണ്ടൊന്നുമല്ല, ഇങ്ങനെ ചെറിയ ചെറിയ സർവൈവൽ മൊമെൻറ്റ്സും കൂടെ കൊണ്ടാട്ടോ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം പറയട്ടെ, നമ്മുടെ ലൈഫിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾക്കും കൂടെ ആട്ടോ. നെഗറ്റീവ് ആളുകളുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മളെ തന്നെ ഡൗട്ട് ചെയ്ത് തുടങ്ങും, മൈൻഡ് ടയർഡാവും, പീസ് നഷ്ടപ്പെടും. പക്ഷെ അതേസമയം പോസിറ്റീവായിട്ടുള്ള ആളുകളോ നമ്മളെ ഫോഴ്സ് ചെയ്ത് അവർ മാറ്റാൻ നിൽക്കില്ല. പകരം നിനക്ക് പറ്റുമെന്നൊരു ഫീലിങ്സ് തരുന്ന രീതിക്കായിരിക്കും അവരുടെ പ്രവർത്തികൾ. അവരുടെ പ്രസൻസിൽ നമ്മളെ തന്നെ കുറച്ചും കൂടെ ലവ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് ലൈഫിൽ എനർജി ഡ്രെയിൻ ചെയ്യുന്ന ആളുകളെയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പീസ് തരുന്ന ആളുകളെയും കൂടെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, ലവ് യു.